ഇന്ന് നമ്മളൊരു മൂവി ഔട്ടാണ്. തുടരുന്ന പറഞ്ഞ സിനിമ കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. കഴിഞ്ഞ ആഴ്ച പോയി കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ഈ ടിക്കറ്റ് കിട്ടിയില്ല. അറിയാലോ, നമ്മളിവിടെ GCCയിലൊക്കെ ആകുമ്പോൾ നമ്മളെ ഡ്യൂട്ടിക്ക് കഴിഞ്ഞൊരു വീക്കെൻഡ് ഓഫൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലേക്കൊക്കെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഹലീൽ കൂടെ ഉണ്ട്. അപ്പം ഹലീലൊന്ന് വിളിച്ചു നോക്കാം. അവൻ എണീറ്റിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. എന്താ അവസ്ഥ നോക്കട്ടെ, വിളിച്ചു നോക്കാമല്ലേ. ചിലപ്പോൾ നാളെ തെറിയൊക്കെ പറയും, ഇത്ര നേരത്തെ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എടുക്കുന്നില്ല, മിക്കവാറും എണീറ്റിട്ടില്ല. ചിലപ്പോൾ എടുത്ത ഉടനെ തെറിയായിരിക്കും. No way. Hello. Hello. Good morning. Yeah. എടാ 7:05. Okay. പിന്നെ ഞാനിവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരണോ അതോ നമ്മളവിടെ ചെന്നിട്ട് റോട്ടാനിൽ നിന്ന് കഴിക്കണോ? എന്താ ചെയ്യാ? എന്നാൽ നീ വേറെ റെഡിയാകും. എന്നാൽ ഞാൻ നേരെ അങ്ങോട്ട് വരാം. അവിടെ വന്നിട്ട് നമുക്ക് നേരെ പോയിട്ട് കഴിച്ചിട്ട് കയറാം. ഓക്കെ ശരി. അപ്പോൾ 20 minutes ഞാനവിടെ എത്തും. എണീക്കടാ, കിടന്നുറങ്ങല്ലേ. ഓക്കെ. സാധാരണ കോളൊക്കെ ഇതുപോലെ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന സമയത്ത് കോള് വിളിച്ചു കഴിഞ്ഞാൽ നല്ല തെറിയാണ് കിട്ടാറുള്ളത്. സിനിമ കാണണമല്ലോ, ടിക്കറ്റ് ബുക്ക് ചെയ്തിക്കണമല്ലോ എന്നുള്ളത് വിചാരിച്ചതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു വിഷയം ഒന്നും പറയാതിരുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം, ഹലീലിൻ്റെ വീട്ടിലേക്ക്. അവിടെ ചെന്നിട്ട് പിക്ക് ചെയ്യാം ബാക്കി. ഓക്കെ. അങ്ങനെ നമ്മൾ ഹലീലിൻ്റെ അടുത്തെത്തി. ഹലീൽ നല്ല ഉറക്കപ്പിച്ചിലാണ്, പക്ഷെ എന്നാലും നേരത്തെ കാലത്തെ ആൾ റെഡി ആയിട്ടോ. ആദ്യമായിട്ടാണ്. മറ്റേത് ഞാൻ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഞാനിവിടെ വെയിറ്റ് ചെയ്യാറുണ്ട്. അതാ നല്ലത്. എനിക്കല്ലെങ്കിലും ഡ്രൈവിങ് വലിയ ഇഷ്ടമൊന്നുമില്ല. അവനാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വൃത്തിക്ക് ചെയ്തോളാം. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, കണക്കുമാമ സ്റ്റേഡിയത്തിൻ്റെ അടുത്താണ്. എൻ്റെ അവിടെ നിന്ന് 15 minutes റൈഡ് ഉണ്ടായിരുന്നു. എവിടെയാണ് കളിക്കാൻ പോയി ഫെമിനിപ്പിക്കാൻ പുറത്തു പോയി. പിന്നെ ഫാമിലി ആയിട്ട് താമസിക്കുമ്പോൾ അങ്ങനെയാണ്. വീക്കെൻഡ് നൈറ്റുകളെല്ലാം വരെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തായിരിക്കും. ഞാൻ പിന്നെ ഒറ്റന്നടി ആയതുകൊണ്ട് സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങും നേരത്തെ കാലത്തെ. അതുകൊണ്ട് എനിക്ക് നല്ല ഉറക്കമൊക്കെ കിട്ടും. പക്ഷെ നല്ല അടിപൊളി റൈഡായിരുന്നു കേട്ടോ. രാവിലെ ഇങ്ങനെ റൈഡ് ചെയ്യാൻ പറ്റുന്ന എനിക്കില്ല, കാരണം ഹൈവേ ഒക്കെ ഫുൾ ഫ്രീ. നല്ല സുഖം. ഇങ്ങനെ കാലം വെച്ച് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് അടിപൊളിയായിട്ട് പോരാൻ പറ്റും. നിങ്ങൾ എണീക്കുന്നില്ല എന്ന് വിചാരിച്ച് എണീക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും എന്നെപ്പോലെ. നമ്മളിവിടെ സിനിമ കാണാൻ പോകുന്നത് ഏഷ്യൻ ടൗൺ എന്ന് പറഞ്ഞ പരിപാടിയിലേക്കാണ്. ഇവിടെ ഖത്തറിൽ 3 ടൈപ്പ് ഓപ്ഷൻസ് ഓഫ് തിയേറ്റേഴ്സാണ് നമുക്കുള്ളത്. ഒന്ന് നോവ സിനിമാസ് ഉണ്ട്, 2 ഈ മാളുകളിലൊക്കെ ഉള്ള, അതിൻ്റെ പേരെന്താടാ, സിനിമാക്സ് ഉണ്ട്. അങ്ങനെ ഓരോരോ കമ്പനികൾ ചെയ്യുന്ന കുറേ പരിപാടികളാണുള്ളത്, തിയേറ്റേഴ്സുള്ളത്. എനിക്ക് ചായ വേണം, ഞാൻ ഒന്നും കുടിച്ചിട്ടില്ല. ആദ്യം ഇവിടെ നിന്നൊരു ചെറിയൊരു, ഇവിടെ ഹലീലിൻ്റെ ഒരു സ്പെഷ്യൽ ചേട്ടനുണ്ട്, ടീ കടക്കാരൻ. അവിടെ നിന്ന് ഒരു ടീ അടിച്ചിട്ട് പിന്നെ അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ നമ്മൾ തിയേറ്ററിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യൻ ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, നോവ സിനിമാസിലൊക്കെ എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് റേറ്റ് 40 റിയാലാണ്. പക്ഷെ അതിൻ്റെ ആ ഒരു സിൻസിൻ്റെ തിയേറ്റേഴ്സ് വലിയ കുഴപ്പമില്ല. മറ്റു തിയേറ്ററിലൊക്കെ 35 റിയാലാണ് ടിക്കറ്റ്. പക്ഷെ അത് തിയേറ്ററൊന്നും ചിലതൊന്നും അത്ര നല്ല തിയേറ്ററൊന്നുമല്ല. പിന്നെ ഏഷ്യൻ ടൗണിലാവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്കൊരു ഇന്ത്യൻ നമ്മളെ കേരള വൈബാണ്, മലയാളീസിൻ്റെ വൈബാണ്. അതുപോലത്തെ തിയേറ്ററാണ്. പണ്ടാണ് ഇപ്പോഴത്തെ നമ്മളെ നാട്ടിലെ ഹൈടെക് തിയേറ്റർ പോലെയൊന്നുമല്ല, പഴയ നമ്മളെ നാട്ടിലെ AC തിയേറ്ററില്ലേ, പഴയ തിയേറ്ററൊക്കെ അല്ലേ, അതുപോലത്തെ ഒരു തിയേറ്ററാണ്. പിന്നെ മാത്രമല്ല 20 റിയാലേ ഉള്ളൂ, ചാർജും കുറവാണ്. പിന്നെ നമുക്ക് അവിടെ ഇരുന്ന് പടം കാണുമ്പോൾ തന്നെ ഒരു മലയാളി വൈബ്. അങ്ങനെ ഇറ്റ്സ് ഓൾമോസ്റ്റ് വി റീച്ച്ഡ്. ഇവിടെയാണ് ഈ തിയേറ്റർ സമുച്ചയം. ഇതുപോലത്തെ സിനിമ 1, സിനിമ 2, സിനിമ 4 ഏതാ? പക്ഷെ നമുക്ക് ഫുഡ് കിട്ടണ്ടേ? ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലായിരിക്കും ഫുഡ്. ആ അപ്പം എന്നാൽ ഇവിടെ എവിടെയെങ്കിലും നിർത്താം. കൂടെ കയറായിരുന്നല്ലോ. ഇതാണ് നമ്മുടെ സിനിമ 4 തിയേറ്റർ. ഇവിടെയാണ് നമുക്കുള്ളത്. പിന്നെ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പോയിട്ട് ഇവിടെ റൊട്ടാന ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കും. അതിന് ശേഷമാണ് സിനിമ കാണുന്നത്. പിന്നെ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാം. എല്ലാവർക്കും റിവ്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ക്യാമറ എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ കൊണ്ടുപോകുന്നത് ശരിയുമല്ല. അതുകൊണ്ട് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നിനക്ക് എന്തെങ്കിലും എക്സ്പെക്റ്റേഷൻ ഉണ്ടോ? തുടരും ഇവിടെ ഇതാടാ സ്റ്റെപ്പാണ്. അതെ, നമ്മൾ ഭയങ്കര റിവ്യൂ പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നമുക്ക് ഇവിടെ സ്റ്റെപ്പാടാ. സ്റ്റെപ്പിൻ്റെ മുമ്പ് നിർത്തിടാൻ പറ്റുമോ? ഏയ് അത് റിസ്ക്കാണ്. എല്ലാവരും ഇറങ്ങി വരുന്ന സ്ഥലമാണ്. വെറുതെ ഇങ്ങനെ ഞൂണ്ടി പോവാ. അവിടെയൊക്കെ പാർക്കിംഗ് ഉണ്ട്. അതും സ്റ്റെപ്പ് തന്നെയാണ്. ഈ സ്റ്റെപ്പ് വലിയ കുഴപ്പമില്ല. പക്ഷെ അവിടെ സിഗരറ്റ് വലിക്കുന്നവന്മാരൊക്കെ അവിടെ വന്നിട്ട് കുത്തോ. അപ്പോൾ നമ്മളിവിടെ ക്യാമറ വെച്ചിട്ട് പോവാണ്. പിന്നെ ഇനി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പടം കണ്ടു കഴിഞ്ഞിട്ട് പടം ഞങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞുതരാം. സോ ലെറ്റ്സ് ഗോ. അങ്ങനെ ഞങ്ങൾ തുടരും എന്ന് പറഞ്ഞ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അടിപൊളി പടമായിരുന്നു. എനിക്കെന്താ തോന്നുന്നത്? നല്ല സിനിമയായിരുന്നു. ഫസ്റ്റ് തുടങ്ങിയത് മുതൽ അവസാനം വരെ നമ്മളങ്ങനെ പിടിച്ച് ഒരു ചെറിയൊരു സംഭവത്തിൽ കൂടെ ഇങ്ങനെ അതായത് നമുക്ക് നല്ലൊരു ഗുഡ് ഫീൽ തന്നിങ്ങനെ പോയിട്ട് പിന്നെ നമ്മൾ ആ കഥാപാത്രങ്ങളുടെ കൂടെ ഒപ്പം ഇങ്ങനെ സഞ്ചരിപ്പിക്കുന്ന ഒരു സംഭവം. അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി സിനിമയായിരുന്നു. സത്യം നമുക്ക് ലാലേട്ടനെ തന്നെ മതി. ഇതാണ് ശരിക്കും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ലാലേട്ടൻ എന്നൊക്കെ പറയുന്നത്. മറ്റേ കോട്ടും സൂട്ടൊക്കെ നമുക്കൊക്കെ കൊടുക്കുക. ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നല്ല രസമുള്ള ഒരു സിനിമയായിരുന്നു കേട്ടോ. നമ്മൾ തന്നെ വലിയ മൂവി റിവ്യൂ എന്ന് പറയുന്ന പോലെ ഭയങ്കരമായിട്ട് പൊളിച്ചടുക്കി പറയുന്നൊന്നുമില്ല. ആ സിനിമ നമ്മൾ കണ്ടോ, നമ്മൾ കൊടുത്ത കാശിന് നമുക്ക് വെർത്താണ്. അങ്ങനത്തെ നല്ലൊരു സിനിമ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പം ആ മഴയും കാര്യങ്ങളൊക്കെ നല്ലൊരു വൈബ്. പിന്നെ ഇമോഷൻസ് ബാക്ക്ഗ്രൗണ്ട് ഞാൻ കരഞ്ഞു പോയടാ. ലാലേട്ടൻ കരയുന്നൊരു സീനില്ലേ, മറ്റേ ബാത്റൂമിൻ്റെ അടുത്തൊക്കെ ഇരുന്നിട്ടുള്ള മോനെ. ഞാൻ സത്യം പറയില്ല, ഞാൻ കരഞ്ഞു. ഞാൻ ശരിക്കും കരഞ്ഞു. എനിക്കെൻ്റെ കണ്ണിന്നൊക്കെ നല്ല വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി സാധനമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ലാലേട്ടനെ അതെ നമ്മൾ പറയുന്നത് സ്പോയിലർ അല്ല. നമുക്ക് ഫസ്റ്റ് ഇതിൽ നമുക്ക് കാണാൻ പറ്റിയില്ല, നമ്മുടെ സാഹചര്യം കൊണ്ട് കാണാൻ പറ്റിയില്ല. നമ്മൾ പടത്തിലെ കഥകളും കാര്യങ്ങളൊന്നും പറയില്ല. ഇനിയിപ്പോൾ ഇത്രയും പറഞ്ഞ് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായാലും 1 വീക്കായി ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നല്ല സിനിമയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും തരുൺ മൂർത്തിൻ്റെ
ഷോർട്സൊക്കെ ഞാൻ പറഞ്ഞില്ല, ഷോർട്സൊക്കെ നല്ല അടിപൊളി ഷോർട്സ്. അത് ഷോർട്സിൻ്റെ കണ്ടിന്യൂറ്റി ഒക്കെ ഭയങ്കര രസമുള്ളൊരു സംഭവമായിരുന്നു. അതെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്താ പറയുക, അത് കണ്ടറിഞ്ഞ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഡയറക്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളീ പറയുന്ന പോലെ തന്നെ മമ്മൂക്കക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇപ്പോഴും ഒരു ആക്രാന്തമാണ് സിനിമ ചെയ്തുകൊണ്ടിരിക്കണം, വെറൈറ്റി ചെയ്യണം എന്നുള്ളത്. ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്ക് ഇനിയൊന്നും ചെയ്യാനില്ല. നല്ലത് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യും. അത് നിങ്ങൾ പുള്ളിൻ്റെ അടുത്തേക്ക് ഏതാണോ വരുന്നത്, ഓക്കെ അത് ഞാൻ ചെയ്തു തരാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കണ്ടോ. അല്ല പുള്ളിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഇതുപോലത്തെ സാധനങ്ങൾ ചെയ്യുക, അങ്ങനത്തെ ഡ്രീമൊന്നും കൊണ്ടുനടക്കുന്ന ഒരു മനുഷ്യനല്ല എന്നാണ് തോന്നുന്നത്. നിങ്ങൾ നല്ലത് കൊണ്ടുവന്നാൽ ഞാൻ നല്ലത് ചെയ്തു തരും. ഇനിയിപ്പോൾ നിങ്ങൾ ഏതാ കൊണ്ടുവന്നിരുന്നു വെച്ചാൽ അത് ഞാൻ ചെയ്തു തരും, നിങ്ങൾക്കത് പറ്റിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ്. അതിനൊക്കെയാണ് ഇവിടെ കുറേ ആൾക്കാരൊക്കെ നിന്നിട്ടുണ്ട്. പഴയ ലാലേട്ടൻ ചത്തു, വിൻറ്റേജ് ലാലേട്ടൻ പോയി എന്നൊക്കെ പറഞ്ഞ് കണ്ടൊക്കെ കുറേ ഡയലോഗും കാര്യങ്ങളൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞാൽ മൂപ്പരെങ്ങോട്ടും പോയിട്ടില്ല. മൂപ്പരെവിടെ നല്ല സബ്ജക്റ്റും അത് പണിയെടുപ്പിക്കാൻ പറ്റുന്ന നല്ല ഡയറക്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സിനിമ തന്നെ പുള്ളിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷേ പുള്ളിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണം, ഈ പറയുന്ന ആൾക്കാരെ വായടപ്പിക്കണം, അങ്ങനത്തെ മെൻറ്റാലിറ്റി ഒന്നും പുള്ളിക്കില്ല. പറയുന്നവർ പറയൂ, മറ്റേ പറഞ്ഞോളൂ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, അതൊന്നും വിഷയമല്ല. പിന്നെ നമ്മുടെ സമൂഹത്തിന് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഇപ്പം പാകിസ്ഥാൻ ഇന്ത്യൻ യുദ്ധം ഉണ്ടായാലും റഷ്യയിൽ യുദ്ധം ഉണ്ടായാലും മോഹൻലാൽ പിന്നെ കുറിപ്പ് ചെയ്തണം എന്ന് പറയുന്ന നാട്ടുകാരുടെ മുമ്പിൽ മോഹൻലാൽ ഇത്രയൊക്കെ തന്നെ കാണിച്ചാൽ മതി. അത്ര തന്നെ കാണിച്ചാൽ മതി. ഇതിൽ കൂടുതലൊന്നും മൂപ്പര് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്ത് തിന്നാലും പറയാലും ഈ പറഞ്ഞ പോലെ മോഹൻലാൽ ഒന്നും കണ്ട അഭിപ്രായം പറഞ്ഞില്ല. മോഹൻലാൽ എന്ന് പറയുന്ന അങ്ങനത്തെ ആൾക്കാരുടെ മുമ്പിൽ എന്തിനാണ് മൂപ്പര് പ്രൂവ് ചെയ്യേണ്ട ആവശ്യം? നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക്, നമ്മളെപ്പോലത്തെ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ സാധനം മതി. ഇത് മതി, ഇതുപോലത്തെ സാധനങ്ങൾ മതി. അതിൻ്റെ ഇടയ്ക്ക് മൂപ്പര് ബാക്കിയുള്ളതൊക്കെ ചെയ്തോട്ടെ. കാരണം ഈ കുരു പൊട്ടുന്നവർക്ക് കുരു പൊട്ടിക്കാൻ വേണ്ടിക്കേണ്ട അങ്ങനത്തെ കാര്യങ്ങൾ നടന്നോട്ടെ എന്നല്ലേ നമ്മൾ പറയുള്ളൂ. പക്ഷേ അതെ, ഒരു ഇതിൽ പോലും നമുക്ക് അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ ഇതെന്താണ് നീങ്ങാത്ത എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടായിട്ടില്ല. അത് അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് മൂവ് ചെയ്ത് പോയിട്ടുള്ളൊരു സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് പിന്നെ ഇഷ്ടപ്പെട്ടു. വെയിൽ നല്ല അടിപൊളി സംഭവമായിരുന്നു. എന്താ പറയുക, എനിക്ക് നല്ലൊരു മൂഡിൽ സാധനം കണ്ടു. ഇപ്പം നമ്മൾ നല്ല മൂഡ് എന്ന് പറയുമ്പോൾ ഒരു ഗുഡ് ഫീൽ കണ്ട് മൂഡായി ഇറങ്ങി എന്നുള്ള ഒരു സംഭവമല്ല. പക്ഷേ ഒരു സിനിമ നമുക്കൊരു കഥ ശരിക്കും കേൾക്കാൻ പറ്റി. നല്ലൊരു കഥ, കാര്യങ്ങളിലൂടെ അങ്ങനെ പറഞ്ഞു പോയി. അതിൽ എല്ലാവരും യൂസ് ചെയ്ത സെയിം സ്റ്റോറി തന്നെ നമുക്ക് എക്സ്പെക്ട്. ഞാൻ ഇൻ്റർവെല്ലിന് മുമ്പ് തന്നെ ഞാൻ ഇവരോട് പറഞ്ഞായിരുന്നു ഇതായിരിക്കാം എന്നുള്ളത്. പക്ഷേ നമ്മളല്ല, അതൊക്കെ എക്സ്പെക്റ്റഡ് സ്റ്റോറീസ് ആണെന്നുണ്ടെങ്കിലും മേക്കിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നല്ലൊരു സിനിമ അനുഭവം തന്നെയായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി സിനിമ കണ്ടു, അടിപൊളിയായി. എല്ലാവരും പോയി കാണുക. തിയേറ്ററിൽ പോയി കാണണം കേട്ടോ. കാരണം തിയേറ്ററിൽ പോയി കണ്ടാലേ നിങ്ങൾക്ക് ആ ഒരു ആംബിയൻസ് ഫീൽ ചെയ്യും. അതൊരു ആംബിയൻസ് ഫീൽ ചെയ്യുള്ളൂ ശരിക്കും. പിന്നെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എടുത്ത് പറയണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറയുന്നില്ല. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെന്നുണ്ടെങ്കിലും അതെ, അതാ ഒരു ഇമോഷനോട് കൂടെ പോകുമ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. OTT ഒക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ കീറി മുറിക്കാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കീറി മുറിക്കാൻ എന്തായാലും ഒന്നും കിട്ടില്ല. പിന്നെ എന്താണെന്ന് കുറഞ്ഞ് പോപ്പപ്പ് ചെയ്ത് കണ്ട് മൂപ്പരെങ്ങനെ പൊക്കി കണ്ടടിച്ചാണ് മോഹൻലാലിൻ്റെ അത് അഭിനയം. പിന്നെ ഓരോ സ്ക്രീൻഷോട്ടുകളൊക്കെ എടുത്തിടാൻ എല്ലാവർക്കും പോസ്റ്റ് ഇടാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇഷ്ടംപോലെ ഷോട്ടുകളുണ്ട് പെർഫോമൻസ് ഒക്കെ കാണിക്കാൻ. മൂപ്പരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ജസ്റ്റ് ഒരു കേക്ക് വാക്കാണ്. ഒരു പ്രശ്നമില്ലാത്ത സംഭവമാണ്. നല്ല അടിപൊളി സിനിമയായിരുന്നു. എല്ലാവരും പോയി കാണാം, എൻജോയ് ചെയ്യാം. ബൈ.